എന്ത് ചെയ്താലും 10 പൈസ കയ്യിൽ നിൽക്കുന്നില്ല. ചില വ്യക്തികൾ പറയാറുണ്ട്, ജോലിയുണ്ട്, ശമ്പളമുണ്ട്, പക്ഷേ മാസത്തിൻ്റെ എൻഡ് ആകുമ്പോൾ, അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങി കാര്യങ്ങൾ നടത്തേണ്ട അവസ്ഥയാണ്. 1-ാം തീയതിയും 5-ാം തീയതിക്കും ഇടയിൽ അക്കൗണ്ടിൽ പണം ക്രെഡിറ്റ് ആവും. അധ്വാനിച്ചതിൻ്റെ പണം അക്കൗണ്ടിൽ വരും. പക്ഷേ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അത് മുഴുവനും ഡെബിറ്റ് ആവും. എങ്ങോട്ട് പോകുന്നു എന്നറിയത്തില്ല. നീക്കി ബാക്കിയില്ല. രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ധാരാളം പ്രിയപ്പെട്ടവർ ഗ്രേസ് ടിവിയുടെ പ്രെയർ ലൈനിൽ വിളിക്കുമ്പോൾ പറയുന്ന വാക്കുകളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ ഓർപ്പിച്ചത്. സകല മനുഷ്യരെയും അകപ്പെടുത്തിയിരിക്കുന്നതും ഭാരപ്പെടുത്തുന്നതുമായ വലിയ വിഷയമാണ് കടം, അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത ഇല്ലായ്മ. സാമ്പത്തിക മൂല്യച്യുതികൾ സംഭവിച്ചിട്ട് ഭവനങ്ങൾ, വ്യക്തികൾ, ഓഫീസുകൾ, സ്ഥാപനങ്ങൾ ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞു, കടം വാങ്ങിക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലെ ഉറക്കം കെട്ടുപോകുന്നു. അപ്പോൾ തന്നെ അവൻ്റെ ചിരിക്ക് കനം കൂടുന്നു. കുന്നുപോലെയുള്ള കടം ജീവിതത്തിൽ വരുമ്പോൾ ആ മനുഷ്യന്റെ ജീവിതം പിന്നെ കല്ലുപോലെ ആകുന്നു. ഒരു ചിന്തകൻ പറഞ്ഞ ഒരു വാക്കാണ്. ഏത് മനുഷ്യനെ നോക്കിയാലും അവർക്കെല്ലാം പറയാനുണ്ട്, ഇത്ര രൂപ ഞാൻ കടമാണ്, അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല, വീട് വെക്കാൻ പറ്റുന്നില്ല, ജോലി നടക്കുന്നില്ല, ജീവിതത്തിലൊരു വിശാലതയില്ല. ഒത്തിരി മനുഷ്യർ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവരുൾപ്പെടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാകാൻ കഴിയാതെ സ്രോതസ്സുകൾ അടയപ്പെട്ടവരായി കഴിയുന്നു. അങ്ങനെയുള്ള നിങ്ങളോടാണ് ഇന്നത്തെ സന്ദേശം. ഈ 15 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സന്ദേശം നിങ്ങൾ കേട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ 3/4 കടങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ഇടിവുകൾ നികത്തിയെടുക്കുവാൻ കഴിയും. മനുഷ്യൻ വരുത്തി വയ്ക്കുന്ന സാമ്പത്തിക പ്രയാസങ്ങളുണ്ട്. മനുഷ്യൻ അറിയാതെ അവൻ്റെ ജീവിതത്തിൽ വരുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ട്. ഇന്ന് രാവിലെ ഈ സന്ദേശവുമായി ബന്ധപ്പെട്ട് ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ധനത്തിനൊത്തവണ്ണം, ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം. ദൈവത്തിൻ്റെ ധനത്തെ നമുക്ക് അളക്കാൻ പറ്റില്ല. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ധനം എത്രയാണ് പറയാൻ പറ്റില്ല. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ധനം എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് പറയാം. എൻ്റെ കയ്യിൽ എത്ര ധനമുണ്ടെന്ന് എനിക്ക് പറയാം. പക്ഷേ ദൈവത്തിൻ്റെ ധനം എത്രയുണ്ടെന്ന് ആരും ഇന്നുവരെ അളന്നിട്ടില്ല. ഒരു ഹിസ്റ്ററിക്കകത്തും രേഖപ്പെടുത്തിയിട്ടുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലുള്ള സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം എന്ന് പറഞ്ഞാൽ അളവ് കൂടാതെ കിടക്കുന്ന, കുന്നുകൂടി കിടക്കുന്ന ദൈവത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നിങ്ങളുടെ ഭാരം എന്താണ്? നിങ്ങളൊരു കടഭാരത്തിൽ കഴിയുന്ന വ്യക്തിയാണോ? നിങ്ങളുടെ ജീവിതത്തിൽ മാസങ്ങളും വർഷങ്ങളുമായോ ഒരു 2000 രൂപ എടുക്കുവാൻ ഇല്ലാതെ നിങ്ങൾ ഭാരപ്പെടുകയാണോ? അത് നിമിത്തം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനം മുടങ്ങിയോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകാൻ കഴിയുന്നില്ലേ? നല്ലൊരു ആഹാരം പോലും കഴിക്കുവാൻ, നല്ലൊരു വസ്ത്രം വാങ്ങിക്കുവാൻ നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികമില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഞെരുക്കങ്ങൾ മാറാൻ വേദപുസ്തകത്തിൽ വാക്യം കിടക്കുന്നു. ദൈവത്തോട് നിന്റെ ആവശ്യങ്ങൾ പറഞ്ഞാൽ, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ അറിയിച്ചാൽ, ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നിങ്ങൾക്ക് യേശുവിൽ കൂടെ പൂർണ്ണമായി അത് തീർത്തു തരും. കോടിക്കണക്കിന് രൂപ കടമുള്ള വ്യക്തികളെ എനിക്കറിയാം. പക്ഷേ യേശുവിൽ വന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ കടം വീടിയത് എനിക്കറിയാം. എന്തിനേറെ പറയുന്നു, ഇന്ന് രാവിലെ ഈ സംസാരിക്കുന്ന എൻ്റെ ജീവിതത്തിലും 50 ലക്ഷത്തിലധികം കടം വന്നതാണ്. ജീവിക്കാൻ യാതൊരു നിവൃത്തിയുമില്ലാത്ത, സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സമയം ഒരു വലിയ ഹ്യൂജ് എമൗണ്ട്
കടം കയറി വന്നതാണ്. പക്ഷേ ആ കടം വീട്ടിയത് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ക്രിസ്തുയേശുവിൽ അത് പൂർണ്ണമാക്കി കർത്താവ് തീർത്തു തന്നു. ആ കടം വീടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനും എൻ്റെ കുടുംബവും ആത്മഹത്യ ചെയ്യേണ്ടി വന്നേനെ, അല്ലെങ്കിൽ കേസുകൾ വന്നേനെ, ഒത്തിരി പ്രയാസങ്ങൾ ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്നേനെ. പക്ഷേ അതെല്ലാം ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തന്ന ക്രിസ്തുവിനെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക സ്രോതസ്സുകൾ അടഞ്ഞു കിടക്കുന്നെങ്കിൽ ഇനി ഞാൻ പറയുന്ന 7-8 മിനിറ്റ് കൊണ്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്ന ഈ പ്രാർത്ഥന നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലെ കടങ്ങൾ കർത്താവ് എടുത്തു മാറ്റും. വിശ്വസിക്കുക. കാരണം വേദപുസ്തകത്തിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, സദൃശ്യവാക്യം 10:4, മടിയന്റെ കൈ ദാരിദ്ര്യം നിറഞ്ഞിരിക്കുന്നു, എന്നാൽ ഉത്സാഹിയുടെ കൈ സമ്പത്ത് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സദൃശ്യം 10:4 നിങ്ങൾ വായിച്ചാൽ മതി. എപ്പോഴും ഒരു കടം നമ്മുടെ ജീവിതത്തിൽ കയറി വരുന്നത് പലപ്പോഴും മടി നമ്മുടെ ജീവിതത്തിൽ കയറി വരുമ്പോഴാണ്. വേദപുസ്തകത്തിന്റെ വീക്ഷണത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കടം വരുന്നു, ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ കടം വരുന്നു, താങ്ങാൻ കഴിയാത്ത പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. അതിന് ഉത്തമമായി സദൃശ്യവാക്യം 21:20 പറയുകയാണ്, വിവേകമില്ലാതെ ചെലവ് അഴിച്ചതുകൊണ്ട്, വിവേകമില്ലാതെ ചെലവ് നടത്തിയതുകൊണ്ട്, ചിന്തിക്കുന്നില്ല, എടുത്തു ചാടി ചെയ്യുകയാണ്. ചിന്തിക്കാതെ ഓരോ കാര്യങ്ങൾ നമ്മൾ എടുത്തു ചാടി ചെയ്യുന്നത് കൊണ്ട് കടം ജീവിതത്തിൽ കയറി വരുന്നു. ഞാൻ ആ വാക്യത്തിന്റെ റെഫറൻസ് മാത്രം 15 മിനിറ്റ് അല്ലേ ഉള്ളൂ, അതുകൊണ്ട് റെഫറൻസ് പറയാം. നിങ്ങൾ ബൈബിൾ തുറന്ന് വായിച്ച് ദൈവദാസൻ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ ഇന്ന് രാവിലെ അന്വേഷിക്കുകയും വേണം. മറ്റുള്ളവർക്ക്, കടം അനുഭവിക്കുന്നവർക്ക് ഈ സന്ദേശം നിങ്ങൾ അയച്ചു കൊടുക്കുകയും വേണം. അപ്പൊ വിവേകമില്ലാത്ത ജീവിതം നയിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ എന്തോ ഉണ്ടാകുന്നു, കടം സമ്പാദിക്കുന്നു. സദൃശ്യവാക്യത്തിൽ തന്നെ 13-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, മറ്റുള്ളവരെ അനുകരിക്കുന്നത് കൊണ്ട് കടം കയറുന്നു, സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെടുന്നു. മറ്റുള്ളവരെ അനുകരിക്കുക. തൊട്ടടുത്ത വീട്ടിൽ ഒരാൾ കാറ് വാങ്ങിച്ചാൽ നമുക്കും വാങ്ങിക്കണം. തൊട്ടടുത്ത വീട്ടിലെ ഒരാൾ ഒരു വസ്തു വാങ്ങിച്ചാൽ നമുക്കും വാങ്ങിക്കണം. തൊട്ടടുത്ത വീട്ടിലെ ഒരാൾ നല്ലൊരു വസ്ത്രം വാങ്ങിച്ചാൽ നമുക്കും വാങ്ങിക്കണം. അങ്ങനെ മറ്റുള്ളവരെ അനുകരിക്കാനും മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് അത് എനിക്കും വേണം, എൻ്റെ മക്കൾക്കും വേണമെന്ന് പറഞ്ഞ് ശഠിക്കുന്ന, നിർബന്ധിക്കുന്ന ആ സ്വഭാവം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ബൈബിൾ വീക്ഷണത്തിൽ പറയുക പെരുത്ത കടത്തിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. അപ്പൊ അവിടെ കേൾക്കുക, വിവേകമില്ലാതെ പണം ചെലവഴിക്കരുത്. പണം ചെലവഴിക്കുന്നത് വാക്കുകൾ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് പോലെ പണവും കൈകാര്യം ചെയ്യണം. അപ്പോൾ തന്നെ മറ്റുള്ളവരെ അനുകരിക്കാതെ നമ്മൾ സ്വന്തമായി നമ്മുടെ പ്രാപ്തിയും നമ്മുടെ കഴിവും അനുസരിച്ച് നമ്മൾ പണം ഉപയോഗിക്കാനും വഴികൾ കാണാനും ഇടയാകണം. അല്ലെങ്കിൽ നമ്മൾ വലിയ നഷ്ടത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. ഈ കാര്യങ്ങൾ മാത്രമല്ല, ചില സാഹചര്യത്തിൽ വിവേകമില്ലായ്മ കൊണ്ട് മാത്രമല്ല കടം വരുന്നത്. ചില സാഹചര്യത്തിൽ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് അനുകരിച്ചതുകൊണ്ടല്ല കടം വരുന്നത്. മറ്റൊരു സാഹചര്യം കൂടെ ചിന്തിച്ചു നോക്കിയാൽ കാണുന്നത്, പ്രതീക്ഷിക്കാത്ത ചില സാഹചര്യങ്ങൾ നമ്മളെ പിന്തുടരാം. പ്രതീക്ഷിക്കാത്ത സമയം നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില വേദനകൾ വരാറില്ലേ? പ്രതീക്ഷിക്കാത്ത ചില ആവശ്യങ്ങൾ വരാറില്ലേ? ഒരുപക്ഷെ അത് രോഗമായിരിക്കും. വീട്ടിലൊരാൾക്ക് രോഗം പിടിച്ചു, പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയി, 10, 50,000, 60,000, 70,000 ലക്ഷങ്ങൾ പോയി. എവിടുന്ന് കണ്ടെത്തും? നിന്റെ കൈ ശൂന്യമാണ്, അക്കൗണ്ട് ശൂന്യമാണ്. പക്ഷെ അപ്രതീക്ഷിക്കാത്ത സമയത്ത് വന്ന ആക്സിഡന്റ്, പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്ന ആ രോഗം നിങ്ങളെ വലിയ കടത്തിലേക്ക് എന്ത് ചെയ്യും? കൊണ്ടുപോകും. മറ്റൊന്ന്, ജോലി നഷ്ടപ്പെടുന്ന നിമിത്തം. ഒരു ജോലിയുണ്ട്, 10,60,000, 70,000 രൂപ ജോലിയുള്ള ഒരാളായിരിക്കും നീ, പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുകയാണ്. എനിക്കറിയാം, കോവിഡ് കാലത്ത് എത്രയോ പേരുടെ ജോലി നഷ്ടപ്പെട്ടു. പ്രതീക്ഷയോടുകൂടെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ലോൺ എടുത്ത് ഓരോ മാസം അടയ്ക്കേണ്ട 10,000-കണക്കിന് രൂപ അടയ്ക്കാൻ നിർവാഹമില്ലാതെ വീട് വിറ്റ ആളുകളെ എനിക്കറിയാം. കാരണം പ്രതീക്ഷിക്കാത്ത സമയത്ത് നിലവിലുണ്ടായിരുന്ന ആ ജോലി നഷ്ടപ്പെട്ടു. കാരണം പ്രകൃതി ദുരന്തം മറ്റൊന്നാണ്, കുടുംബജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ, ഇത്രയും കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ വരുന്നതാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, വിവേകമില്ലാത്ത കാരണത്താൽ മാത്രമല്ല ഒരു വ്യക്തി കടം ഉള്ളതായി മാറുന്നത്. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്തത് കൊണ്ട് മാത്രമല്ല കടം ജീവിതത്തിൽ കയറി വരുന്നത്. ആ വാക്യമൊക്കെ എടുത്ത് വായിക്കണം കേട്ടോ. കയറി വരുന്നത് മറ്റ് വേദപുസ്തകത്തിലും അപ്പോൾ തന്നെ നമ്മളോടും കോമൺ ആയി പറയുകയാണ്,
പ്രതീക്ഷിക്കാത്ത രോഗവും പ്രതീക്ഷിക്കാത്ത കടഭാരവും ജോലി നഷ്ടവും പ്രകൃതി ദുരന്തവും കുടുംബജീവിതത്തിലെ ചില താളപ്പിഴകളും മക്കളുമായി ബന്ധപ്പെട്ട്, ഭർത്താവുമായി ബന്ധപ്പെട്ട്, ഭാര്യയുമായി ബന്ധപ്പെട്ട് തകർന്ന ചില വിഷയങ്ങൾ, വസ്തു വാങ്ങിച്ചതാകാം, വീട് വെച്ചതാകാം, കൊച്ചുങ്ങൾക്ക് കെട്ടിച്ചു വിട്ടതാകാം, ഇത്യാദി കാരണങ്ങൾ കൊണ്ട്, കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച കാരണങ്ങൾ കൊണ്ടാകാം ലക്ഷങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കടം കാണും. പക്ഷെ ഈ കടം നിമിത്തം നിങ്ങൾക്ക് ഇന്ന് നടു നിവർന്നു നിൽക്കാൻ കഴിയാതെ, 10 പേരുടെ മുമ്പിൽ പോയി നിൽക്കാൻ കഴിയാതെ, നാളെ എന്താകും എന്ന വിഷയത്തിൽ ഭാരപ്പെട്ട് മരിച്ചാ മതി എന്ന് നിന്നോട് തന്നെ നീ പറയുന്ന ഒരു പകലായിരിക്കും ഇന്ന്. എന്നാൽ കർത്താവിന്റെ വചനത്തിൽ അതിനൊരു പോക്കുവഴിയുണ്ട്. കർത്താവിന്റെ വചനത്തിൽ അതിനൊരു വിടുതലുണ്ട്. നിങ്ങളുടെ കടം മാറാൻ, അത് പറയാനാ പാസ്റ്റർ ഇങ്ങനെ സംസാരിച്ചു വരുന്നേ. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണേ. കടം മാറാനുള്ള വഴി പറഞ്ഞു തരാൻ പോകുക. ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രതയുടെ വാതിൽ തുറക്കാൻ ഞാൻ ഇനിയും പറയുന്ന നിലയിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഉറവ, സാമ്പത്തിക ഭദ്രത, അത് ഉറവയായിട്ട് ഒഴുകി നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത് കാണാനായിട്ട് കഴിയും. അതിന് നിങ്ങൾ ചെയ്യേണ്ടതാണ് വായിച്ച കുറിവാക്യത്തിൽ കാണുന്നത്, ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും. ഏത് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. നിങ്ങളെ ഭരിക്കുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെയാ? എനിക്ക് എൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെയും ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം അത് പൂർണ്ണമായി ക്രിസ്തുവേശുവിൽ അത് തീർത്തു തരും എന്നൊരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. യേശുവിലൂടെ എൻ്റെ കടം മാറും, യേശുവിൽ കൂടെ എൻ്റെ ദാരിദ്ര്യം മാറും, യേശുവിൽ കൂടെ എൻ്റെ ഈ സ്രോതസ് അടഞ്ഞു കിടക്കുന്ന തുറന്നു വരും. ആമേൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ സമ്പത്ത് അനുഭവിക്കും, ഈ ഭൂമിയിൽ എനിക്ക് വെച്ചിട്ടുള്ള അനുഗ്രഹം ഞാൻ അനുഭവിക്കുമെന്ന് യേശുവിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം. ഒന്നാമത്തെ കാര്യം. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ കൽപ്പന നീ അനുസരിച്ചാൽ, വാക്ക് നീ കേട്ടാൽ, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും, പേറും പിറപ്പും അനുഗ്രഹിക്കപ്പെടും, മാവ് കുഴയ്ക്ക് തൊട്ടി എണ്ണ ഇരിക്കുന്ന ഭരണി അനുഗ്രഹിക്കപ്പെടും, അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പട്ടണത്തിൽ നിന്റെ പേര് വലുതാകും, നിന്നെ ദൈവം ഉയർത്തും, രാജ്യങ്ങൾക്ക് നന്മയാക്കി നിന്നെ മാറ്റും എന്നൊക്കെ വചനത്തിൽ നമുക്ക് വേണ്ടി ആധാരമാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും ഈ പ്രയാസങ്ങൾ നേരിടുമ്പോൾ യേശുവിലേക്ക് നമ്മൾ നോക്കാതെ കുറുക്കുവഴികൾ നമ്മൾ നോക്കുന്നു. എങ്ങനെ ഇതിനകത്തൊരു വ്യത്യാസം ഉണ്ടാകും, ആരെ പിടിച്ചാൽ ഇതിനൊരു വ്യത്യാസം ഉണ്ടാകും. പക്ഷെ അതെല്ലാം അൻപേ പരാജയപ്പെടുകയാണ്. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ, എൻ്റെ ശുശ്രൂഷ മേഖലകളിൽ ധാരാളം ആവശ്യങ്ങളുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഒത്തിരി കമ്മിറ്റ്മെന്റുകളുണ്ട്, പലരെയും സഹായിക്കേണ്ടതായ മിനിസ്ട്രിയിൽ ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ചില സമയങ്ങളിൽ ഒത്തിരി ശൂന്യത ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ചിന്തിക്കുന്നത്, ഇന്നയാളോട് പറഞ്ഞാൽ ആ ഒരു വിഷയത്തിന് പരിഹാരം ഉണ്ടാകും. ഞാൻ തുറന്നു ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അവിടം കൊണ്ട് ആ ബന്ധം ബ്രേക്ക് ആവുക അല്ലാതെ ഒരു വഴിയും തുറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ എപ്പോൾ ദൈവസന്നിധി മുട്ടുമടക്കി ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവെ ഈ വിഷയത്തിൽ ഈ കർത്താവിൻ്റെ ദാസനെ അല്ലെങ്കിൽ ഈ മിനിസ്ട്രിയെ അമ്മയെ സഹായിക്കാൻ അല്ലെങ്കിൽ ഈ മാസത്തെ ആ ഹെൽപ്പ് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല, നീ തരണേ എന്ന് പറഞ്ഞ് മുട്ടുമടക്കിയ വിഷയങ്ങൾ, എൻ്റെ വാഹനത്തിൻ്റെ കാര്യമാണെങ്കിലും, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിലും, ഫീസിൻ്റെ കാര്യമാണ്, ഞങ്ങളുടെ ആഹാരത്തിൻ്റെ കാര്യമാണെങ്കിലും ദൈവസന്നിധി മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ക്രിസ്തുവിൽ അത് പൂർണ്ണമാക്കി തന്ന കാര്യം ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തൻ്റെ ഇടത്തോടെ ഞാൻ പറയാം, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു ഉറവ തുറക്കും. അത് മഴ പെയ്തിറങ്ങി വരുന്നത് പോലെ പെയ്യും, ഒലിച്ചു വരുന്ന വെള്ളപ്പാച്ചിൽ പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ അനുഗ്രഹം വരും. ഇന്നത്തെ ഡെയിലി ബ്ലെസ്സിങ്ങിനകത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ശക്തവും വ്യക്തവുമായിട്ട് പറയുകയാ, പിതാവിന്റെ പക്കൽ ധാരാളം നന്മയുണ്ട്, അത് പുത്രനിൽ കൂടെ വാങ്ങിക്കേണ്ട കടമ എൻ്റെതാണ്, നിങ്ങളുടേതാണ്. അതുകൊണ്ട് പുത്രന്റെ മുമ്പിൽ മുട്ടുമടക്ക്. ഒന്ന് മുട്ടുമടക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവേ, യേശുവേ, അവിടുന്നല്ലാതെ എന്നെ സഹായിക്കാൻ ആരുമില്ല, അങ്ങനെ സഹായിക്കണേ, അങ്ങനെ വിടുവിക്കണേ എന്നൊന്ന് തുറന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു നോക്കിക്കേ. നിങ്ങളുടെ 2 കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകട്ടെ. ആ കണ്ണുനീർ നിങ്ങളുടെ മടിയിൽ വീഴട്ടെ. ആ കണ്ണുനീർ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ വീഴട്ടെ. ദൈവം നിങ്ങൾക്ക് വേണ്ടി പിതാവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ വാങ്ങി പുത്രനെ കൂടെ ദൈവം നിങ്ങൾക്ക് ചെയ്തു തരും. അങ്ങനെയാണെങ്കിൽ ഈ പ്രാർത്ഥനയിൽ ഒന്നാമത്തെ പ്രാർത്ഥന സാമ്പത്തിക ഭദ്രത, ആ സ്രോതസ് തുറക്കാനുള്ള പ്രാർത്ഥന. പിതാവിന്റെ പക്കൽ എനിക്കുള്ളതെല്ലാം ഉണ്ടെന്ന് വിശ്വസിക്കുകയും പുത്രനെ കൂടെ അത് നേടിയെടുക്കുകയും ചെയ്യണം.
ഇനി രണ്ടാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ ഒന്ന്, പിതാവിന്റെ പക്കൽ നമുക്ക് വേണ്ടതെല്ലാം ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അത് ആര് വഴി എടുക്കണം? പുത്രനിൽ കൂടെ, വേറെ ആൾ വഴി അല്ല, പുത്രനിൽ കൂടെ. ഇവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത് ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന്. അപ്പൊ ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരുന്ന ദൈവത്തിന്റെ മുമ്പിൽ നീ മുട്ടുകുത്തണം. എന്നിട്ട് നിന്റെ ആവശ്യങ്ങളെല്ലാം പറയണം. കർത്താവിനോട് നിങ്ങളുടെ വേദനകൾ മുഴുവനും പറയണം, നിങ്ങളുടെ ഞെരുക്കം പറയണം, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എന്തോ ഉണ്ട് അതെല്ലാം കണക്ക് പോലെ പറയണം. എന്നിട്ട് പറയണം, കർത്താവ് എൻ്റെ മുമ്പിൽ ഇന്ന കാര്യം ചെയ്യണം, എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കണം, കൊച്ചിനെ കല്യാണം കഴിപ്പിച്ച് അയക്കണം, വീടിൻ്റെ പണിയൊന്ന് പൂർത്തിയാക്കണം, കർത്താവ് എൻ്റെ മാസമുള്ള മെഡിസിൻ വാങ്ങിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്. ദൈവത്തോട് പറയണം, കൂട്ടുകാരനോട് പറയുന്നത് പോലെ ദൈവത്തോട് പറയണം. ദൈവം ആ കാര്യം എന്ത് ചെയ്യുന്നറിയാമോ? പുത്രനിൽ കൂടെ നമുക്കത് ചെയ്തു തരും. അപ്പൊ ഒന്നത്. രണ്ടാമത്തെ പ്രാർത്ഥന എന്താ അറിയാമോ? മത്തായിയുടെ സുവിശേഷം 6:33 ആ വാക്യം ഞാൻ ഇങ്ങനെ പറയാം: മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടെ സകലതും ചെയ്തു തരും. ശകലമല്ല, സകലതും. അപ്പം സകല ബുദ്ധിമുട്ടുകളും, ഇവിടെ വായിച്ച കുറിവാക്യം അങ്ങനെയാണ്, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും, സകല ബുദ്ധിമുട്ടും, നിങ്ങൾ ഏത് വിഷയത്തിലാണ്, നിങ്ങൾ അറിയാതെ വന്ന ഞെരുക്കമാണോ, നിങ്ങൾ അറിഞ്ഞു വന്ന ഞെരുക്കമാണോ, കർത്താവിന് ഇന്നത് വിഷയമല്ല. നിങ്ങൾ മറ്റുള്ളവരെ അനുകരിച്ചപ്പോൾ കിട്ടിയ കടഭാരമാണോ, അല്ലെങ്കിൽ നിങ്ങൾ വിവേകമില്ലാതെ എടുത്തു ചാടിയത് കൊണ്ട് വന്ന കടഭാരമാണോ, അല്ല നിങ്ങൾ അറിയാതെ രോഗങ്ങൾ കൊണ്ടോ പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ടോ കുടുംബ തകർച്ചകൾ കൊണ്ടോ തൊഴിൽ നഷ്ടമായത് കൊണ്ട് വന്ന കടഭാരമാണോ, എന്തുമാകട്ടെ, തമ്പുരാന്റെ മുമ്പിൽ ചെന്നിട്ട് ഇതിനെല്ലാം മുമ്പേ ആ ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും ഒന്ന് അന്വേഷിച്ച് നോക്കിക്കേ. ആ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന ഒരു അനുഭവം നിനക്കുണ്ടെങ്കിൽ, കർത്താവിന്റെ വചനത്തിൽ പറയുക, സകലതും ദൈവം നിന്റെ ബുദ്ധിമുട്ട് തീർത്ത് തരും. അപ്പൊ നാം എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിലേക്ക് സാമ്പത്തിക സ്രോതസ്സുകൾ ഒഴുകി വരാനുള്ള പ്രാർത്ഥന എങ്ങനെ ചെയ്യണം? യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തണം. 2, പിതാവിന്റെ പക്കൽ ഉണ്ടെന്ന് ഒരു വിശ്വാസം ഉണ്ടാകണം. എൻ്റെ കടം മാറ്റാനുള്ളത് എൻ്റെ ദൈവത്തിന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം. പ്രിയരെ, ഇന്ന് രാവിലെ ദൈവം നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. ഞാനൊരു കാര്യം പറയാം. ഞാൻ ഒത്തിരി കടഭാരങ്ങളിൽ കൂടെ കടന്നുപോയ, ദാരിദ്ര്യത്തിന്റെ നെല്ലിപ്പലക കാണുക എന്നൊക്കെ പറഞ്ഞ കേട്ടില്ലേ? 10 വർഷങ്ങൾക്ക് മുമ്പ് ഒത്തിരി കടഭാരങ്ങൾ കടന്നുപോയ ഒരു വ്യക്തിയാണ്. അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു മിക്സിയും, ബെഡ്റൂമിൽ ഉപയോഗിക്കുന്ന ഒരു ടേബിൾ ഫാനും, ഒരു കട്ടിലും, ഒരു ഡബിൾ കോട്ട് കട്ടിലും, അതുപോലെ തന്നെ വേറെ എന്തുവായിരുന്നു, ഒരു കുക്കറും, ഇത്രയും സാധനങ്ങൾ എൻ്റെ വീട്ടിൽ കിടന്നത് ഞാൻ അത് പറക്കി ഒരാൾക്ക് വിറ്റ ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് പറയുന്ന ഒരു മടിയില്ല. കാരണം എന്താ അറിയാമോ? പലിശ കൊടുക്കാനായിട്ട് നിർവാഹമില്ലാതെ വന്നതുകൊണ്ട് പലിശക്കാരൻ വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുക. ഇവനെ പറഞ്ഞു വിടാൻ ഒരു വഴിയില്ല, ശോഭിതനായി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചെയ്ത എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇതെല്ലാം അദ്ദേഹത്തിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഇതിന് തരാൻ പറ്റുന്ന പൈസ തരാൻ പറഞ്ഞു. അദ്ദേഹമാണെങ്കിൽ തുച്ഛമായ ഒരു 2200 രൂപ എനിക്ക് തന്നു. ആ അത്രയും സാധനത്തിന് എത്ര രൂപ വിലയുണ്ട്, പക്ഷെ 2200 രൂപ തന്നിട്ട് ആ സാധനം കൊണ്ട് അദ്ദേഹം പോയി. പക്ഷെ ആ പൈസ കൊടുത്ത് എൻ്റെ അന്നത്തെ ആ കടം, അല്ലെങ്കിൽ അന്നത്തെ പലിശ കൊടുത്തത് എൻ്റെ മുമ്പിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, മാസങ്ങൾ ഒരു കട്ടിലില്ലാതെ, മാസങ്ങൾ സഭയുടെ അടുക്കി വെച്ച് എൻ്റെ സുഖമില്ലാത്ത കുഞ്ഞിനെയും കൊണ്ട് മാസങ്ങൾ, ഏതാണ്ട് വർഷങ്ങൾ വേണേൽ പറയാം, ഞാൻ കിടന്നിട്ടുണ്ട് ഒരു കട്ടിൽ വാങ്ങിക്കാൻ നിർവാഹമില്ലാതെ. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഈ ദൈവം ആരാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടാ പറയുന്നേ. എൻ്റെ നഷ്ടങ്ങളെ ലാഭമാക്കി, എൻ്റെ ഞെരുക്കങ്ങളെ ദൈവം മാറ്റിത്തന്ന എന്നെ സമ്പന്നനാക്കിയെന്നല്ല ഞാൻ പറയുന്നേ, പക്ഷെ അവിടുത്തെ ധനത്തിനൊത്തവണ്ണം ആവശ്യങ്ങൾ തക്ക സമയത്ത് നൽകി ഓരോ ഘട്ടങ്ങളിലും ദൈവം ഞങ്ങളെ നയിക്കുന്നത് ഭയങ്കര അത്ഭുതം തന്നെയാ. എന്നാൽ ദൈവമക്കളോട് ഞാൻ ഇന്ന് രാവിലെ അതേ അർത്ഥത്തിൽ ഞാൻ പറയുകയാണ്, ദൈവത്തിന്റെ പക്കലുണ്ട് മക്കളെ. നമുക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും അവിടെ കിടപ്പുണ്ട്. അത് പുത്രനെ കൂടെ വാങ്ങണം. പുത്രനെ കൂടെ വാങ്ങണമെങ്കിൽ മുമ്പേ ചെയ്യേണ്ടത് കടം മാറാനും പൈസ ഉണ്ടാക്കാനുള്ള വഴിയല്ല. മുമ്പേ ചെയ്യേണ്ടത് അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം, അതോടെ സകലതും കിട്ടും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ദാരിദ്ര്യം മാറാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു നോക്കൂ. ദൈവസന്നിധി മുട്ടുമടക്കൂ. നിങ്ങളുടെ ബെഡ്റൂമിനകത്ത് നിങ്ങൾ മുട്ടുമടക്കൂ. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് നിങ്ങൾ മുട്ടുമടക്കൂ. ഒരു കുഞ്ഞപ്പനോട് ടോയ്ക്ക് വേണ്ടി കരയുന്ന പോലെ യേശുവപ്പാടും കരഞ്ഞു നോക്കൂ. നിങ്ങളുടെ സ്ഥിതി 6 മാസത്തിനുള്ളിൽ വ്യത്യാസം വരുന്നത് കാണുവാൻ കഴിയും. അനുഭവസ്ഥന പറയുന്നേ. വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
അങ്ങനെയെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കൂ. ഈ സന്ദേശം കടഭാരം അനുഭവിക്കുന്നവർക്ക് അയച്ചു കൊടുക്കൂ. അവരും ഈ സന്തോഷവും വിടുതലും അനുഭവിക്കട്ടെ. ഈ ഗ്രേസ് TV ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഒരു നേരം കണ്ണടച്ചു പ്രാർത്ഥിക്കൂ. കർത്താവെ, ഈ മക്കളുടെ കടം മാറാൻ, കർത്താവെ, സാമ്പത്തിക സ്രോതസ്സുകൾ തുറന്നു വരാനായി ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക സ്രോതസ്സുകൾ അടഞ്ഞ കാരണത്താൽ, ഒരു സ്രോതസ് ഇല്ലാത്ത കാരണത്താൽ മക്കളുടെ പഠനം മുടങ്ങിക്കിടക്കുന്നവർ, പാതി വഴിയിൽ വീടിന്റെ പണി മുടങ്ങിക്കിടക്കുന്നവർ, കർത്താവെ, ഒരു ഉയർച്ചയും മുന്നേറ്റവും കാണാൻ കഴിയാതെ എവിടെയൊക്കെയോ തകർന്നു കിടക്കുന്ന വ്യക്തികളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ കാണുന്നല്ലോ. ഈ സന്ദേശം കേൾക്കുന്ന ഇവരെ കർത്താവിന്റെ ധനത്തിനൊത്തവണ്ണം പുത്രനിൽ കൂടെ ഇവരെ വിടുവിക്കണമേ കർത്താവേ. ഇവരുടെ ഞെരുക്കം മാറ്റണേ കർത്താവേ. ഇവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണേ കർത്താവേ. എന്നെ വിടുവിച്ച, എൻ്റെ കുടുംബത്തെ വിടുവിച്ച, ഇവിടെ വരെ കൊണ്ടുവന്ന എൻ്റെ കർത്താവ് ഇവർക്ക് വേണ്ടതെല്ലാം നൽകി കൊടുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രിയരെ. കർത്താവ് എന്നെ പഠിപ്പിച്ച ആ ചിന്തയാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറിയത്. വായിച്ച വാക്യങ്ങൾ നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കൂ. കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കൂ, കരഞ്ഞു പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ അവസ്ഥ മാറും. അത്ഭുതങ്ങൾ കാണും നിങ്ങളുടെ മുമ്പിൽ. ആമേൻ. വെള്ളം ഒഴുകി വരുന്ന പോലെ ആമേൻ, സാമ്പത്തിക നന്മകൾ ഒഴുകി വരും. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നടക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. അവർ നല്ല നിലയിലെത്തും. നിങ്ങളുടെ വീട്ടിലെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് കൂടെയിരിക്കും. ധൈര്യമായിട്ടിരിക്കുക. പ്രാർത്ഥനാ വിഷയം കമന്റ് ചെയ്യൂ. താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എഴുതിയിടൂ. ഞങ്ങൾ കുടുംബമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അടുത്ത ദിവസം 6 മണിക്ക് ഇതേപോലെയുള്ള മറ്റൊരു സന്ദേശവുമായി നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.